ഹായ്. ഇന്ന് കുറച്ച് എൻ്റെ കഥകൾ പറയാം. 98-ലായിരുന്നു എൻ്റെ വിവാഹം. വിവാഹത്തിന് ശേഷവും ഒരു കാര്യമായ ഒരു ജോലിയില്ലാത്ത വിഷമം എനിക്ക് നല്ലോണം ഉണ്ടായിരുന്നു. ഞാൻ സ്പോർട്സ് സ്കൂളിൽ നിന്നും ഫിസിക്കൽ എഡ്യൂക്കേഷൻ കോഴ്സ് കഴിഞ്ഞ് ഒരു ജോലിയും കിട്ടിയില്ല. കൂടുതൽ ശ്രമിച്ചില്ല എന്ന് പറയുന്നതായിരിക്കും ശരി. അങ്ങനെ ഞാൻ എൻ്റെ ഭർത്താവോട് പറഞ്ഞു, എനിക്ക് എന്തായാലും ഒരു ജോലി വേണം, എന്ത് ജോലിയായാലും പ്രശ്നമില്ല. അങ്ങനെ നമ്മുടെ വീടിനടുത്തുള്ള സ്കൂളിൽ ഒരു ഹെൽപ്പർ പോസ്റ്റിലേക്കുള്ള ജോലി വാങ്ങിത്തന്നു. അങ്ങനെ ഞാൻ ആദ്യമായി ജോലിക്ക് അറ്റൻഡ് ചെയ്തു. ജോലിക്ക് പോയ സമയത്ത് ആദ്യം തന്നെ എനിക്ക് കിട്ടുന്ന ജോലി എന്താണെന്ന് വെച്ചാൽ, ജനലുകളെല്ലാം തുടക്കണം, നിലം തുടക്കണം, ഇങ്ങനെയുള്ള ജോലികൾ. അപ്പോൾ നമ്മൾ കുറേ 4-5 ആൾക്കാരുണ്ട്. അപ്പോൾ തുണി കൈ കിട്ടി ജനലുകളെല്ലാം ഇങ്ങനെ തുടച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയത്, ഇത്രയും കഷ്ടപ്പെട്ട് എൻ്റെ അമ്മ പഠിപ്പിച്ചിട്ട് ഒരു അപകർഷതാബോധം തോന്നി. എന്നാലും നമ്മൾ ജോലി ഏറ്റെടുത്ത സ്ഥിതിക്ക് ചെയ്യാണ്ട് നിൽക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ജനലുകൾ തുടച്ചു, തറ തുടച്ചു. വെക്കേഷൻ സമയത്താണ് ഞാൻ ജോലിക്ക് ചേർന്നത്. സ്കൂൾ തുറന്നതിന് ശേഷം പിന്നെ കുട്ടികളുടെ കാര്യങ്ങളെല്ലാം നോക്കണം. അവിടെ അടിച്ചു വാരണം. പിന്നെ ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെയുള്ള പണികളാണ്. ഒരു 4-5 മാസം അത് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ സ്കൂളിലെ മാനേജർക്ക് ഒരു സങ്കടം. എൻ്റെ സർട്ടിഫിക്കറ്റെല്ലാം മാനേജർ കണ്ടപ്പോൾ അവർക്കൊരു വിഷമം. ഇങ്ങനെ പഠിച്ചൊരു കുട്ടീനെ എങ്ങനെ നമ്മൾ ഈ ഒരു ജോലി ചെയ്യിക്കുക? അപ്പോൾ ഓഫീസിൽ അറ്റൻഡർ പോസ്റ്റ് കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അറ്റൻഡർ പോസ്റ്റിൽ ജോലി ചെയ്ത് തുടങ്ങി. പക്ഷേ ഞാൻ ജോലി ചെയ്യുന്ന സ്കൂളിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഞാനൊരു അറ്റൻഡർ ആണെന്നോ അല്ലെങ്കിൽ മറ്റുള്ളവരെ ടീച്ചേഴ്സ് ആണെന്നോ അങ്ങനെ ഒരു വ്യത്യാസം അവർ കാണിച്ചിരുന്നില്ല. എന്നോട് നല്ല സ്നേഹമായിരുന്നു. പ്രിൻസിപ്പളായിക്കോട്ടെ, മാനേജറായിക്കോട്ടെ, ബാക്കി എല്ലാ സ്റ്റാഫും. അങ്ങനെ ആ സ്കൂളിൽ നല്ല സുഖസുന്ദരമായി, കുഴപ്പങ്ങളൊന്നുമില്ല. സാലറി കുറവാണ്, എന്നാലും ഹാപ്പി ആയിരുന്നു. ഇപ്പോൾ ഏകദേശം 21 വർഷത്തോളമായി ആ സ്കൂളിൽ തന്നെ ജോലി ചെയ്യുന്നു. അന്നുള്ള അതേ പ്രിൻസിപ്പാളാണ് സ്കൂളിലുള്ളത്. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്, കുറേ ആൾക്കാർ ഓഫീസിലുള്ളവരുണ്ട്. എല്ലാവരും വളരെ സ്നേഹത്തോടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു സ്നേഹബന്ധം കാരണം വേറൊരു ജോലി അന്വേഷിക്കാനോ പോകാനോ തോന്നിയില്ല എന്നതാണ് സാരം. പക്ഷെ ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ 21 വർഷം കടന്നുപോയി. ഒരു നല്ല ജോലി സമ്പാദിക്കേണ്ട സമയവും കഴിഞ്ഞു. ആ സ്കൂളിലെ സന്തോഷത്തിലും സമാധാനം സ്കൂളിൽ കണ്ടെത്തി. ഏത് വിഷമഘട്ടത്തിലും അവിടെ പോയി കഴിഞ്ഞാൽ കുട്ടികളോട് ഒത്തുള്ള ചിരിയും കളിയും സ്റ്റാഫും എല്ലാവരും ഒരു വല്ലാത്തൊരു സൗഹൃദമുള്ളൊരു സ്ഥലമാണ്. അവിടെ ജോലി ചെയ്യുവാൻ എല്ലാവർക്കും നല്ല സുഖം, ഒരു പ്രശ്നമില്ല. മാനേജ്മെൻ്റ് ആയിക്കോട്ടെ, പ്രിൻസിപ്പാളായിക്കോട്ടെ, ഓഫീസ് സ്റ്റാഫ് എല്ലാവരും വളരെ സൗഹാർദ്ദത്തിലും സന്തോഷത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഏകദേശം ജീവിതത്തിൻ്റെ പകുതിയായി. ഇനിയിപ്പോൾ അവിടെ തന്നെ തുടരുന്നതായിരിക്കും നല്ലത്. നോക്കാം, ഇനി ഭാഗ്യമുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ജോലി സമ്പാദിക്കാൻ പറ്റുവാണെങ്കിൽ പോകണം. അതിൻ്റെ ഇടയിൽ വേറെ കുറേ കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. സാമ്പത്തികമായി വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് എല്ലാം പൊട്ടിപ്പാളീസായ കഥകളെല്ലാം ഞാൻ പറയാം. എന്തായാലും ആ സ്കൂളാണ്
ഏത് വിഷമഘട്ടത്തിലും മുന്നോട്ട് പോകാനുള്ളൊരു വഴിയൊരുക്കി തന്നത്. അപ്പോൾ ഒരുപാട് കഥകൾ പറയാം. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഈ ചാനൽ നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ സഹായിക്കണം. ഇപ്പോൾ ഇത്രയേ പറയാനുള്ളൂ.